ഇന്ന് ഇന്നല നാളെ അന്നയുടെ ബർത്ത്ഡേ ആണ്. അപ്പം എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. ചെറിയൊരു ഗിഫ്റ്റ്, അതായത് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നൈറ്റ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനാണ്. ഫുൾ സ്ലീവ് ഉള്ള ഒരു ക്യൂട്ട് ഡ്രസ്സാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതേപോലെ അതൊന്ന് നമുക്ക് നോക്കാം. അവൾക്ക് ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇന്ന് 12 മണിക്ക് തീർക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ 9:30 ആൾ കാണാൻ സർപ്രൈസ് കൊടുക്കണമെന്ന് ആഗ്രഹം. പക്ഷേ എല്ലാ സർപ്രൈസും പൊളിക്കുന്ന ആളാണ് അവൾ. നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നോക്കട്ടെ. എൻ്റെ ഒരു ഏകദേശം സൈസ് തന്നെ ഞങ്ങളെല്ലാം മാറി മാറി ഇടാറുണ്ട്. അപ്പോൾ ചേരുമെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഒന്ന് നോക്കണ്ട, അതൊക്കെ ഞാൻ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നടന്നില്ല, കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുണി കുറച്ചാളായി വാങ്ങിച്ച് വെക്കുന്നത്, കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ഇന്നെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കട്ടിങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ സ്റ്റിച്ചിങ് ഞാൻ കട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയതാ, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കാണിക്കുന്നുള്ളൂ, അല്ലാതെ ട്യൂട്ടോറിയൽ പോലെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്യണം, 2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം സ്ലീവിലെ ലാസ്റ്റിൽ കുറച്ച് പൊക്കത്തായിട്ട് എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. പിന്നെ കോളറൊക്കെ വെച്ചത് ഏകദേശം സെറ്റായി. ഇനി സൈഡും കൂടെ അടിച്ചാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സൺഡേയും കൂടെ തയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇത് അതിനകത്ത് വെക്കാം. നമ്മൾ തള്ളി ഇരിക്കാതെ മടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. OCD ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ തള്ളി ഒന്നും ഇരിക്കാൻ പാടില്ല. എല്ലാം പൊക്കത്തു നിന്നായിരുന്നു. നൈറ്റ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു ബാഗ് ക്രേപ്പിന്റെ വെച്ച് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് അതിന്റെ പൊക്കത്ത് ഹാർട്ടിന്റെ ഒരു പാച്ച് വർക്ക് ചെയ്യണം. പിന്നെ ഒരു ടൈ പോലെ ഇങ്ങനെ കെട്ടാൻ വേണ്ടി ഈ സെയിം നൈറ്റിയുടെ ഫാബ്രിക് തന്നെ യൂസ് ചെയ്തു. എന്നിട്ട് ഈ ഹാർട്ടിനകത്ത് നമുക്കൊരു കുറച്ച് ക്യാഷ് വെച്ച് കൊടുക്കാം. പിന്നെ അകത്ത് നൈറ്റി വെക്കുന്നു, ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ ക്യൂട്ടായിട്ട് ഉള്ളൊരു ബാഗിൽ ഇങ്ങനെ കൊടുക്കാമെന്നാണ് എൻ്റെ വിചാരം. നമുക്കിങ്ങനെ കൈ കൊണ്ട് ചെയ്ത് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇത് ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞാൽ ലവ് പൊളിക്കാണ്ട് അകത്ത് വെച്ച് കൊടുക്കുന്ന. ചിലപ്പോ അവള് ഇതെന്തെങ്കിലും സാധനമായിട്ട് ഇട്ട് വെച്ചാലും കവറില് അതിന് കവർ ഇതിങ്ങനെ കവറല്ലേ. അപ്പൊ ഇതിന്റെ അകത്ത് നീർന്നതിന് ഒരു പരവശത്തെ എടുക്കുന്നേ. ഓ അകത്ത് അങ്ങനെ ഭംഗി ഉദ്ദേശിച്ചേ. ഈ സാധനം അലമാരി വെച്ചിരുന്നേ. പക്ഷെ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് കുളിച്ചിട്ടൊക്കെ ആഘോഷിക്കും. ഈസ തന്ന ദൗത്യം ഞാനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അവളുടെ റിയാക്ഷൻ നോക്കാം. വാ, എന്റെ മനസ്സാണിത്. അയ്യോ, ഒന്നും അറിയാത്ത പോലെ ഇവള് പറഞ്ഞിട്ട് പടമൊക്കെ. ഇതിനുള്ള ഗിഫ്റ്റ് എന്റെ രസ കണ്ടു. ഞാനോ? ഞാൻ കണ്ട തന്നെ, എനിക്കുള്ളതല്ലല്ലോ. എനിക്ക് എല്ലാരും ഒരുമിച്ച് സർപ്രൈസ് ചെയ്യണം. അവളെ ഇല്ലേ വിളിച്ചിട്ട് അവള് ഒരുങ്ങി വരുന്നില്ല. അതിന് നീ അവളെ വിളിച്ചോ? അപ്പൊ ഞാൻ അവള്
ഇത് കാണാത്തതിന്റെ സങ്കടമാണ് ഗൈസ്. പിന്നെ അതെ മൂക്കിന്റെ താരെന്ത് ചുണ്ടലി തരയോ? എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? നാളെ നമുക്ക് പാർക്കിൽ പോയാലോ? എപ്പോ ചോദിച്ചാലും ഒണ്ണമാക്കി മഴയായിരിക്കും. ബ്ലാക്ക് കളർ. ഇത് കാക്കയ ഫസ്റ്റ് കാക്കയുടെ പാച്ച് വർക്ക്. യെസ്. ഇല്ല, ഇതിന്റെ വീഡിയോ ഉടനെ. അന്ന എന്റെ മനസ്സാണ്. പക്ഷെ നീ പറ്റിക്കപ്പെട്ട്. അതിനകത്ത് വേറെ രണ്ട് സർപ്രൈസ് ഉണ്ട്. അത് കണ്ടായിരുന്നോ? പക്ഷെ ഇല്ല, കീച്ചെയിൻ ഇല്ല. അയ്യേ, അതിന് അത് പിന്നെ പൃഥ്വി വെച്ചാ കാണത്തില്ലേ? അയ്യേ, അതാണ് ഈ പ്രശ്നം പറ്റിച്ച്. ക്യാമറമാന്റെ ആംഗിള് നിങ്ങൾ അത് കാണിക്കുന്നേ. അതിന് മതി, ഇത് അവിടെ വെക്കട്ടെ. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിന്നെ കാണത്തില്ല. അയ്യോ അയ്യോ, നല്ല ടേസ്റ്റ്. അയ്യോ നല്ല ടേസ്റ്റ്. തെരസ അതിനുള്ളിൽ ഒരു നിധിയുണ്ട്. എല്ലാം ക്ലിയറായിട്ട് മടക്കി എന്ന് പറഞ്ഞ പോലെ. നൈറ്റിയാണോ? കോളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ചത് കണ്ടോ? എന്തു നല്ല രസമുണ്ട്. ഇത് വീട്ടിലിടാനല്ലേ? അവർക്ക് പുറത്തിടാം, വീട്ടിലിടാം. ഇത് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഞാൻ ലേശോട് പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമ്മള് ഇങ്ങനെ ചെയ്തു തരുമെന്ന് ഞാൻ വിചാരിച്ചു. അവള് എന്നോട് സ്വന്തമായിട്ട് തയ്ച്ചോളാൻ പറഞ്ഞ ആയിരിക്കുന്ന തുണിയെല്ലാം എടുത്തോളാൻ. ആ തുണിയിൽ ഒരു തുണിയായിട്ട് അവള് സ്വന്തമായിട്ട് തയ്ച്ചു. വളരെ ഉപകാരം, വളരെ നന്ദി. മണി 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 വീശിക്കും. Give me some money. ഞാൻ വിചാരിച്ച കീ ചെയിൻ ഉണ്ടാക്കി തരും. അവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. സർപ്രൈസ് ചെയ്യാൻ പറ്റത്തില്ല. സർപ്രൈസ് കൊടുക്കണം. ഇത് പക്ഷെ എത്ര നാൾ മുന്നേ വാങ്ങിച്ചു തന്നറിയും. ഇവള് കണ്ടുപിടിക്കാത്ത ഏക സാധനം ഇതായിരുന്നു. അത് പിന്നെ ഉറപ്പാന്ന് മനസ്സിലായില്ല. ഞാൻ എന്തോ കവറാന്നാണ് മനസ്സിലായത്. തോന്നാ വേറെ സർപ്രൈസ്. പ്രേതം പോലെ ഇരിക്കും. പക്ഷെ ലോലമ്മ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് വരണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അവള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷെ ഇവിടെ ഓതി കൊടുക്കുന്നുണ്ട് ഫുള്ള് ബ്ലാക്ക്, ഓറഞ്ച് കുഞ്ഞുങ്ങളെയൊക്കെ വേണം. അതെ,
എലീനൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ബർത്ത്ഡേകളെ കാണാൻ പോവാം. എലിയുടെ എന്താ പറയാ, കൊട്ടാരുന്നോ? ഇത്രയും നേരം പ്ലേ ആക്കാതെ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ അവളുമാര് സർപ്രൈസ് വന്നതാട്ടോ അന്നയുടെ ബർത്ത്ഡേക്ക്. അപ്പൊ സാരി കൊടുത്തായിരുന്നു അവൾക്ക്. അപ്പൊ അത് ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് ഇങ്ങനെ കണ്ണാടി മുമ്പിൽ വെച്ച് നോക്കൊക്കെ. ഇത് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയിട്ട് കടയിൽ പോയായിരുന്നു. അപ്പൊ ഇങ്ങനെ മിറർ കണ്ടപ്പോ ഞങ്ങളൊരു വീഡിയോ എടുത്തതാ. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങള് മൂന്നും കൂടെ മെനു നോക്കുന്നത് അവളെടുത്താ കേട്ടോ. നല്ല രസം തോന്നിയോണ്ട് ഞാൻ ഇട്ടതാ. ഇത് എന്റെ ഇന്റർവ്യൂ മാതൃഭൂമിയിൽ വന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ബിഹൈൻഡ് ദി സീനാണ്. ഞാൻ കാക്കയുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാക്കയ്ക്കും പറയാനുണ്ട്. അപ്പൊ കാക്ക കൊറേ എല്ലാം ഒന്നും വന്നിട്ടൊന്നുമില്ല, ഒരുപാട് കഥകളുണ്ട് ഗൈസിന്റെ പുറകിൽ. അപ്പം എങ്ങനെ പറയണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കട്ടോ. ഇത് എന്റെ ഒരു കസ്റ്റമർ ഗേൾഫ്രണ്ടിന് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ആള് ദുബായിലാണ്. അപ്പൊ അവളുടെ ഗേൾഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഓർഡർ ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ ഗിഫ്റ്റ് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർ ഗിഫ്റ്റ് ബോക്സിലൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോക്ലേറ്റ്സും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ വെച്ച് കൊടുത്തു. അത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ അയച്ചു കേട്ടോ. അപ്പൊ അതിങ്ങനെ പാക്ക് ചെയ്യും കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഗിഫ്റ്റ് ബോക്സിൽ ഇങ്ങനെ കൊടുക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റില് വീഡിയോ എടുത്തതാ. പിന്നെ ഞാൻ ഇതെന്താ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ എന്റെ ലോഗോ എന്റെ ഭിത്തിയിൽ ഒട്ടിച്ചു നോക്കും. ഇതൊരു അത്യാവശ്യത്തിന് വേണ്ടിയാ. ഞാൻ ആദ്യം ഓൺലൈനായിട്ട് ബാക്കിൽ ലൈറ്റ് ഒക്കെ കത്തുന്ന നമ്മുടെ പേരൊക്കെ വെച്ച സംഭവം ഞാൻ ഓർഡർ ചെയ്തു. പക്ഷെ അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ റിപ്ലൈ ഒന്നുമില്ല. ഞാൻ കുറെ മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പം ഞാൻ പറ്റിക്കപ്പെട്ടു ഗൈസ്. അപ്പൊ അതേപോലെ ഞാൻ കുറെ മെറ്റീരിയലും പറ്റിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം ഉറപ്പിച്ച് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലാത്തോണ്ടാണ് ഞാൻ പറയാത്തെ. ഒരുപാട് പേര് ഞാൻ മെസ്സേജ് കാണുന്നുണ്ട്, മെറ്റീരിയൽ എവിടുന്ന. എനിക്ക് ഒറ്റ ഒരെണ്ണം പോലെ നല്ലതെന്ന് പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എനിക്ക് നല്ല പരിപാടി പണിയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാത്ത കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്കും കൂടെ പണി വാങ്ങിച്ചു തരുന്ന പോലെ ആവൂലേ ഞാൻ പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇത് ഞങ്ങള് തെരസ് എനിക്ക് ഓവർലോക്ക് ചെയ്തു തരുക. അപ്പൊ ഞാന് ഓർഡറൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ഓർഡർ, അതിൻ്റെ ഇടയ്ക്ക് റിപ്ലൈ കൊടുക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ പണി. ഇത് ചെയ്ത് 2-3 മണിക്കൂറിന് ശേഷം ഈ റൂമിന്റെ അവസ്ഥ ഉണ്ടോ, നല്ല കോലം കെട്ടിയിരിപ്പില്ലേ, അപ്പൊ അതൊക്കെ വൃത്തിയാക്കുന്നതാണ് എൻ്റെ അടുത്ത പണി. അപ്പൊ അതിനുവേണ്ടി ഞാനിങ്ങനെ ഓർഡർ എടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവളോട് സംസാരിച്ചോണ്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ മുഴുവൻ അലമ്പായിട്ട് കിടക്കുവാണ്. ഇന്നത്തെ പണി കഴിഞ്ഞപ്പോൾ അതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോളൂ. ഒരുപാട് കണി കണ്ട അത്ര ബോറാണ്. അപ്പൊ ഇത് ഞാൻ ക്ലീൻ ആക്കാൻ പോവാം. അപ്പൊ കുറച്ച് ക്ലീൻ ആക്കുന്ന വീഡിയോയും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ക്ലീനിങ് വ്ലോഗ് ഫുള്ളായിട്ട് എടുത്താൽ ഇതും നടക്കില്ല, അതും നടക്കത്തില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കുറച്ചെടുക്കുന്ന വീഡിയോ ടോപ്പ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതല്ല. ഇനി അയൺ ചെയ്തിട്ട് വേണം അത് പായ്ക്കാനുണ്ട്. അതിനിപ്പോൾ പായ്ക്കൊന്നുമില്ല, അത് ഒതുക്കി വെക്കണം. പിന്നെ ഈ കട്ട് ചെയ്ത് ഫുള്ള് ഇവിടെ കുന്നുകൂടി ഇങ്ങനെ ഇരിപ്പുണ്ട്. മൊത്തത്തിൽ അലമ്പാണ്. അപ്പം ഞാൻ ചെറുതായിട്ട് വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് ക്യാഷ് എടുത്ത് കഴിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. കുറച്ച് എനർജി വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എവിടെ തുടങ്ങണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഫസ്റ്റ് പിന്നെ ഞാൻ അയൺ ചെയ്യുന്ന ടവലില്ലേ അത് മടക്കി വെച്ചു. അയൺ ബോക്സ് എടുത്ത് താഴെ വെച്ചു. അങ്ങനെ തുടങ്ങി. അയ്യോ, പാറ്റേൺ കട്ടിങ് അറിയാവുന്ന ഏതെങ്കിലും ചേച്ചിമാർ ഈ കോട്ടയം കുമാരനെല്ലൂർ ഏരിയയിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പം അറിയാവുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും മതി.
എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്ലീൻ ആക്കുന്ന പരിപാടിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാ. എന്താന്ന് വെച്ചാല് ഇത് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ എണീക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല. ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, എന്നാലും ഒരു വൃത്തിയില്ലാതെ കിടക്കും. അപ്പൊ ഇന്ന് തന്നെ എല്ലാം മടക്കി ഒതുക്കി വെച്ചാല് നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളൂല്ലോ. അങ്ങനെ അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ഒടക്കി ഷെൽഫിലോട്ട് ഇങ്ങനെ അടുക്കി വെക്കുക. എന്നിട്ട് നാളെ എടുത്ത് വീണ്ടും നിരത്തിടും. ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി. എന്നാലും രാവിലെ എണീക്കുമ്പോ ഇത് കാണുമ്പോ ഒരു സുഖമുണ്ടല്ലോ, അതിനു വേണ്ടിയാ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. നല്ല കഷ്ടപ്പെട്ടാണ്. വീഡിയോ എടുക്കുമ്പോ എന്തെങ്കിലും മിണ്ടിക്കൊണ്ട് പണിയെടുക്കാന്ന് വെച്ചാൽ രണ്ടും നടക്കത്തില്ലാത്ത അവസ്ഥയാ. വിഷയദാരിദ്ര്യാണ് ഗൈസ്. എന്തായാലും ഇതെന്താന്ന് വെച്ചാല് ഞാന് കുർത്തി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഒരു പ്രിന്റ് എന്ന് പറയുന്ന ഒരു 26 എണ്ണം 32 എണ്ണമൊക്കെ കാണും. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ എടുക്കുക കേട്ടോ. ഈ ഇട്ടേക്കുന്ന കുർത്തി പോലത്തെയാണ് രണ്ടും. ഒരു ബ്ലാക്ക് പ്രിന്റിലും ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു മെറൂൺ പ്രിന്റിലും ചെയ്തിട്ടുണ്ട്. പല സൈസ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ എടുത്ത് കാണിക്കാം. അപ്പൊ അതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒതുക്കി മാറ്റി വെച്ചിട്ട് ഇനി അയൺ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കണം. ഇത് മലേഷ്യക്കുള്ള ഒരു ഓർഡർ ആട്ടോ. അടുത്ത ദിവസം കൊടുക്കാനുള്ളത്. ഇതിന്റെ കൂടെ ഒരു ഡ്രസ്സും കൂടെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുക. അവിടെ ഞാൻ വലിയൊരു കവറിനകത്താക്കി വെക്കുക. അതാകുമ്പോ ഒറ്റയടിക്ക് ഒതുങ്ങി ഇരുന്നോളൂല്ലോ. എന്നോട് പിന്നെ കയ്യിലിരിക്കുന്ന കട്ടർ ഏതാന്ന് ചോദിക്കത്തില്ലേ. ഇത് ഇലക്ട്രിക് സിസേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ യൂസ് എന്നാന്ന് വെച്ചാല് നമ്മൾ കത്രിക വെച്ച് ചെയ്യുമ്പോ കുറെയൊക്കെ ആകുമ്പോ കയ്യിലിങ്ങനെ കഴമ്പ് പിടിച്ച് വേദനയൊക്കെ എടുക്കൂലേ, അപ്പൊ അത് മാറിക്കിട്ടും. പിന്നെ ഇത് 5 ലെയറൊക്കെ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഈസിയാണ്, ചാർജ് ചെയ്താൽ മതി. പിന്നാണ് ബ്രാൻഡ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലേഡ് നിലത്ത് വീണ് പൊട്ടിയാല് പണി വാളും. അങ്ങനെ എനിക്കൊരു പ്രാവശ്യം പറ്റി. അപ്പൊ അതൊന്നും നോക്കിയാൽ മതി, നിലത്തൊന്നും വീഴാതെ നോക്കിയാൽ അടിപൊളി കേട്ടോ. പിന്നെ ഞാനിത് കൊറിയറിന്റെ ആ ഒരു കൊറിയർ ബാഗും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗം ക്ലീൻ ആക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ മിഷന്റെ ഭാഗം ക്ലീൻ ആക്കുക. അതിനകത്ത് മുഴുവൻ ഞാൻ ഈ കേസ് ബോബനാണ് കേസാണ്, അത് ഞാൻ കുത്തിയിട്ടിട്ടുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റി അവിടെ മുഴുവൻ ഓയിലിട്ട് തുടച്ചു. പിന്നെ അതിന്റെ അകം മിഷൻ പൊക്കിയിട്ട് അതിന്റെ അകവും തുടയ്ക്കും കേട്ടോ. എന്റെ മിഷന്റെ മുകളിലെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞ് ഏറ്റവും അടിയിലെ ഭാഗം ഇവിടെയാണ് ഞാൻ പാറ്റേണും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ലൈനിങ് ഒക്കെ അവിടെ വെക്കും. അപ്പൊ ലൈനിങ് എല്ലാം മാറ്റി, പാറ്റേണിന്റെ കാര്യങ്ങളൊക്കെ മാറ്റി, അയൺ ബോക്സ് പൊക്കത്ത് വെച്ചു. പിന്നെ ഇതെല്ലാം എടുത്ത് വച്ച് മാറ്റി എല്ലാം ഇറക്കിയിട്ടിട്ട് മുഴുവൻ അടിച്ചു വരും കേട്ടോ. ഈ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിന്റെ അകത്ത് കിട്ടുന്ന സ്ഥാനം. അപ്പൊ അതെല്ലാം ഞാനിങ്ങനെ അടിക്കാൻ അവിടെ വെക്കാറുണ്ട്. അത് വീണ്ടും തിരിച്ചു വെക്കും. അതാകുമ്പം ഡയറക്റ്റ് നിലത്തിരിക്കത്തില്ലല്ലോ, അതിനു വേണ്ടിയാ. എന്നിട്ട് അതിന്റെ മുഖത്തിൽ അവസാനം വെക്കും. ഇത് മിഷന്റെ അടിഭാഗം, അവിടെയാണ് ഏറ്റവും പൊടിയുള്ളത്. ഞാൻ അടിക്കും, എല്ലാ ദിവസവും അടിക്കുമ്പോ ഒന്നും അവിടെ അങ്ങനെ ക്ലീൻ ആക്കാറില്ല. ഇത് ടേബിളൊക്കെ മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഇതിങ്ങനെ വല്ലപ്പോഴേ ഉള്ളൂ. അപ്പൊ നല്ല പൊടി വന്നിരിക്കും. അപ്പൊ ഇതെല്ലാം മിഷന്റെ അടിയെല്ലാം തുടച്ച് കയ്യിലിരിക്കുന്ന എന്താണെന്ന് നോക്കൂ, 2 ബാഗുകൾ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഓസോ ബാഗ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനം തന്നെ എനിക്ക് കിട്ടി. ഇതിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട്
ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് പോലെയുള്ള ഗിഫ്റ്റുകൾ അയച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ www.osobags.com എന്നുള്ള വെബ്സൈറ്റിലോ ഡയറക്റ്റ് ഓസോ ബാഗ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ DM ചെയ്താൽ മതി. കാക്ക 25 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ 25% ഓഫ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയില്ല. സോ ഹാപ്പി. ഇതിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കാം. ടാഗ് പോലും ഊരിയിട്ടില്ല.